തിരുവനന്തപുരം മംഗലപുരത്തുൾപ്പെടെ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടുപോത്തിനെ പിടികൂടിയത്. ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഉൾവനത്തിലേക്ക് തുറന്നുവിടും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ടെക്നോസിറ്റിയിലെ ജീവനക്കാരും നാട്ടുകാരും പ്രദേശത്ത് കാട്ടുപോത്തിനെ കണ്ടത്. പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. IT ജീവനക്കാരും വിദ്യാർത്ഥികളും ആശങ്കയറിയിച്ചതോടെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനമെടുത്തു. ടെക്നോസിറ്റിയുടെ പരിസര പ്രദേശത്തെ ഉൾക്കാട്ടിലേക്ക് മറഞ്ഞ കാട്ടുപോത്ത് ഇന്ന് രാവിലെ വീണ്ടും ജനവാസ മേഖലയിലെത്തി. പാലോട് വനമേഖലയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള പിരപ്പൻകോട്ടെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് കാട്ടുപോത്തിനെ കണ്ടത്. വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടുപോത്തിനെ പിടികൂടാനായി 12 മണിയോടെ ആദ്യ മയക്കുവെടി വെച്ചു. മയക്കുവെടിയേറ്റ പോത്ത് വിരണ്ടോടി. അഞ്ച് കിലോമീറ്ററോളം വിരണ്ടോടിയ പോത്തിനെ മരച്ചീനിത്തോട്ടത്തിലെത്തിയതിനു ശേഷമാണ് കീഴ്പ്പെടുത്താനായത്. കാട്ടുപോത്ത് വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ രണ്ടാമതും മയക്കുവെടി. തുടർന്ന് മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് പോത്തിനെ JCBയുടെ സഹായത്തോടെ വനംവകുപ്പിന്റെ ലോറിയിൽ കയറ്റിയത്. കാട്ടുപോത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നിരീക്ഷണത്തിനു ശേഷം ഉൾവനത്തിലേക്ക് തുറന്നുവിടുമെന്ന് തിരുവനന്തപുരം DFO അനിൽ ആന്റണി. ഒന്ന് നിരീക്ഷണത്തിന് ശേഷം നമ്മൾ ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ടാവും. ഒരു പ്രശ്നമില്ല. ഫിസിക്കലി നമ്മൾ ഈ പറഞ്ഞ ഇപ്പം നിലവിൽ നമ്മൾ പാലോട് സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ 3 സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷണത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. ഏതാണ് അനുയോജ്യമായിട്ടുള്ളത് അതിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്കത് റിപ്പോർട്ടാവും. അതനുസരിച്ചിട്ട്. അതേസമയം കോതമംഗലം കീരമ്പാറ പുന്നേക്കാട് ജനവാസ മേഖലയിൽ ഇന്ന് പുലർച്ചെയോടെ കാട്ടാനക്കൂട്ടമിറങ്ങി. അച്ചൻകോവിൽ വനത്തിൽ 2 പിടിയാനകളെ ചരിഞ്ഞ നിലയിലും കണ്ടെത്തി. 24 തിരുവനന്തപുരം.